എൻ്റെ പേര് അമീർ, അമീർ ഷാ. ഞാൻ ഹിന്ദിക്കാരനോ കോപ്പൊന്നുമില്ലടാ, മഞ്ചേരിക്കാരനാണ്. അവന്മാരെ മുംബൈ തന്നെയുണ്ട് സാറേ. നമുക്ക് നാളെ തന്നെ അടുത്തേക്ക് പോയിക്കൂടെ? നാളെ അല്ല, ഇന്ന്, ഇപ്പോ, ഈ നിമിഷം നമ്മൾ പുറപ്പെടുക. ഹായ്, എൻജോയ് ജെക്കിയുടെ ഒരു പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് മൂവിയിലെ ആ ഒരു നെക്സ്റ്റ് സീനാണ്. കഴിഞ്ഞ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റിയാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇങ്ങനെ പിടിച്ചതിന് ശേഷം റിയാസ് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ ഏകദേശം റിവീൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വരുന്നൊരു സീനാണ്. നമുക്ക് എന്തായാലും നേരെ ആ സീനിലോട്ട് പോകാം. റെഡി? ഇത്രയ്ക്ക് കുഴപ്പമൊന്നും വിചാരിച്ചില്ല സാർ. ഡേ 4 എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ. പണ്ടത്തെ എല്ലാத்தையும் പണി വെച്ചിട്ട് ഇനിമേൽ അവനെ കാപ്പാത്തുവാ. എന്താ തെറി വിളിച്ചെന്ന് പറഞ്ഞു. ബാക്കിയുള്ള 4 പേര് സാറേ, ഈ ക്രൈമിന് ശേഷം അവരെ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഇവന് വലിയ പിടിയൊന്നുമില്ല. അടുത്തങ്ങ് രാജ്യം വിട്ടിട്ടില്ലെന്നാണ് എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഈ സുൽഫിയുടെയും അമീറിന്റെ വീടും മഞ്ചേരിയിലാണ്. ഞങ്ങളോട് നേരത്തെ സ്ക്വാഡിലുണ്ടായിരുന്ന CPO സുഭാഷ് ഇപ്പോൾ മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ട്. അവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് അവിടത്തില് ചിരട്ടയെന്നല്ല ഒരിടത്തും വെള്ളം കെട്ടിക്കാൻ അനുവദിക്കരുത്. കാരണം ഈ കൂത്താടികളാണ് കൊതുകളായി മാറുന്നതും നമ്മളെ കടിക്കുന്നതും. അതുവഴി നമുക്ക് ഡെങ്കി വരും. എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മൾ ആശുപത്രി പോണം. അല്ല പിന്നെ എന്ത് ചെയ്യാനാ മോനെ? ആശുപത്രി പോണം. ഡെങ്കി വരുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയും. അല്ല മോന്റെ പേരെന്താ? അനുശ്വസിത. ആ ക്യാരക്ടർ ഇതാണ് മറ്റേ സംഭവം 6 മാസമായി അവര് നാട്ടിൽ വന്നിട്ട്. വീട്ടുകാർക്ക് തന്നെ പറയാം. അതിൽ മൂത്തവന്റെ ഭാര്യ ഗർഭിണിയാണ്. അതുകൊണ്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ മൊബൈൽ നമ്പറും ലാൻഡ് നമ്പറും ഞാൻ സാറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മറ്റേ വിളിച്ച പോലീസ്. താങ്ക്സ് ഒന്നും വേണ്ട. അപ്പോ അടുത്ത ഇതില് ഞാനും ബാക്ക് സീറ്റിൽ ഉണ്ടാവൂട്ടാ. താങ്ക് യു സാർ. ചെറിയൊരു ഹിന്റ് എന്നല്ല കണ്ണൂർ സ്ക്വാഡ് 2. ഇപ്പൊ കോൺഷ്യസ് ആണ്. SP സാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്ര ക്രിട്ടിക്കൽ ആയിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ സമ്മതിക്കുന്നത്. ഷീസ് ഫോട്ടോഫോബിക്, സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ടഫ് ഫോർ മീ. 10 മിനിറ്റ് എടുക്കും, ശ്രദ്ധിച്ചോളാം. മറ്റേ വഹാബിന്റെ വീട്ടിലെ അവരുടെ അടുത്ത് സംസാരിക്കണേ അടിയൊക്കെ കിട്ടിയില്ലേ? അതാരത്? ഫ്രെയിം ആള് കണ്ണു തുറന്നിരിക്കും. അല്ല അടച്ചിരിക്കും. അവരുടെ മോളാണ് വഹാബിൻ. നമ്മുടെ സംഭവിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഫ്ലാഷ്ബാക്ക്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്.
बोलेगा या नहीं बोलेगा? आखिरी बार पूछ रहा हूँ, बाकी का पैसा कहाँ है? ഡാർക്ക്. ഓ ഇതുവരാന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ മറ്റേ. ഇതിന്റെ ഇടയിൽ ഇതൊക്കെ നടന്നു. ഭയങ്കര ബ്രൂട്ടൽ. ഭയങ്കര ബ്രൂട്ടലായിരുന്നു, ഭയങ്കര ബ്രൂട്ടൽ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് സുഷ്മിഷാന്. എന്റെ പേര് അമീർ, അമീർ ഷാ. ഞാൻ ഹിന്ദിക്കാരനോ കോപ്പൊന്നുമില്ലടാ, മഞ്ചേരിക്കാരനാണോ? പറടാ, പൈസ എവിടെ? പൈസക്ക് വേണ്ടിയിട്ടാണുള്ളത്. അറിയില്ല, നോക്കാം. സാർ, ഓഗസ്റ്റ് 28 രാവിലെ കർണാടക സംഘേശ്വരിലെ STD ബൂത്തിൽ മഞ്ചേരിയിലെ സുൽഫിന്റെ വീട്ടിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുംബൈ CSന്റെ അടുത്തുള്ള ബൂത്തുകളിൽ നിന്ന് മൾട്ടിപ്പിൾ കോൾസ് വന്നിരുന്നു. അരമണിക്കൂർ മുമ്പ് കൂടെ ഒരു കോൾ വന്നു സാർ. അവന്മാരെ മുംബൈ തന്നെയാണ് സാർ. നമുക്ക് നാളെ തന്നെ അടുത്തേക്ക് പോയിക്കൂടെ? നാളെ അല്ല, ഇന്ന്, ഇപ്പൊ, ഈ നിമിഷം നമ്മൾ പുറപ്പെടുക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അഗൈൻ കേറി. ഷോട്ട് ഡേ 4 ഏകദേശം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. കാസർഗോഡ് ടു മുംബൈ. നമുക്ക് എന്തായാലും അടുത്ത സീന് പിന്നെ ചെയ്യാം.
സംഭവം കുറച്ച് ഡാർക്ക് ആയിരുന്നു. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ആ ഒരു ഫ്ലാഷ് ബാക്ക്, നമ്മൾ റിയാസ് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥേൻ്റെ ബാക്കി കഥയാണ് ഏകദേശം നമ്മൾ ആ ഒരു മെയിൻ മരിച്ച ആളുടെ മകള് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് സീനൊക്കെ കാണിച്ചിട്ടുണ്ടായത്. ശരിക്കും എടുത്തു പറയേണ്ട ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി ആ ഒരു ഡാർക്ക് ഫീലിംഗ് വല്ലാണ്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കാണിച്ച സീനുകളും അതും ഒരു UI സർട്ടിഫൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും കുറച്ചൊരു ഡാർക്കിഫൈഡ് തന്നെയാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. അതായത് ആ ഒരു സീൻ കാണിച്ചിരിക്കുന്ന ആ ഒരു രീതി നടന്ന ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കറക്റ്റായിട്ട് നമ്മുടെ മമ്മൂക്കയും ടീമും കൂടി ഇറങ്ങുകയാണ്. അതായത് മുംബൈയിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ നാളത്തേക്കല്ല ഇന്നത്തേക്ക് തന്നെ ഇറങ്ങാനുള്ള രീതിയിൽ മമ്മൂക്കയുടെ ആ ഒരു കോൺഫിഡൻസ്, ഫസ്റ്റിലേ കാണിച്ച ഒരു കണ്ണൂർ സ്ക്വാഡിൻ്റെ ആ ഒരു കോൺഫിഡൻസ് മമ്മൂക്ക വീണ്ടും ഇതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഷോട്ടും നല്ല രസമുണ്ടായിരുന്നു അവർ പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത സീൻ എന്ന് പറയുന്നത് അവർ പോകുന്നൊരു യാത്രയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും അടുത്ത സീനിൽ കാണാം. ബൈ ബൈ.